തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഏതെങ്കിലും രീതിയിൽ അൻവറിലൂടെ ഒരു സാന്നിധ്യം അറിയിക്കുക എന്നതായിരുന്നു യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ലക്ഷ്യം വെച്ചത്. അതുകൊണ്ട് മാത്രമാണ് ദേശീയ തലത്തിൽ PV അൻവറിൻ്റെ പേര് അവർ പ്രഖ്യാപിക്കപ്പെട്ടതും. അതായത് ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയായി PV അൻവറിനെ ഡൽഹിയിൽ നിന്നും പ്രഖ്യാപിച്ചതുപോലും അതൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. അത് അൻവർ കൃത്യമായി അത്തരത്തിൽ അവരെ ധരിപ്പിച്ചുകൊണ്ട് കേരളത്തിലൊരു ചലനമുണ്ടാക്കാം, സംസ്ഥാന തലത്തിൽ ചലനമുണ്ടാക്കാം ഈ ഉപതെരഞ്ഞെടുപ്പിലൂടെ എന്നൊക്കെയുള്ളത് കൊണ്ട് തന്നെയാണ്. പക്ഷേ ഏതായാലും PV അൻവറിന് വലിയ തിരിച്ചടിയായി ഈ സൂക്ഷ്മ പരിശോധന മാറുകയാണ്. അദ്ദേഹത്തിന് TMC സ്ഥാനാർത്ഥിയായി TMC ചിഹ്നത്തിൽ മത്സരിക്കാനാകില്ല, കേവലം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മാത്രം മത്സരിക്കേണ്ടി വരും. അതായത് മമതാ ബാനർജി ഉൾപ്പെടെയുള്ള നേതാക്കളെ, ദേശീയ നേതാക്കളെ, TMC നേതാക്കളെ കേരളത്തിലേക്ക്, നിലമ്പൂരിലേക്ക് എത്തിച്ച് പ്രചരണം നടത്തും എന്നൊക്കെയുള്ള വലിയ അവകാശവാദം ഉണ്ടായിരുന്നു. അതിനെല്ലാം വലിയ തിരിച്ചടിയാണ് യഥാർത്ഥത്തിൽ ഈ സൂക്ഷ്മ പരിശോധനയിൽ അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കേണ്ടി വരികയും ആ പത്രിക മാത്രം അംഗീകരിക്കുകയും TMC പത്രിക തള്ളുകയും ചെയ്യുന്നതിലൂടെ ഉണ്ടായിരിക്കുന്നത്. ഇതിലിപ്പോൾ ഒരു പുനഃപരിശോധന വേണമെന്ന് PV അൻവർ ആവശ്യപ്പെടുകയാണ്. അത് ഏത് സാഹചര്യത്തിലാണ് നമുക്കറിയാൻ കഴിയുന്നുണ്ടോ? PV അൻവറിന്റെ പ്രതികരണം നമുക്ക് ഇപ്പോൾ ലഭിക്കും. ദീപക്, ഇപ്പോൾ അൻവറിൻ്റെ ഒരു പ്രതികരണം ലഭ്യമായില്ല. അൻവർ വീട്ടിലില്ല എന്നുള്ളതാണ് രാവിലെ മുതൽ തന്നെ അദ്ദേഹത്തിൻ്റെ ചുമതലപ്പെട്ടവർ ഗ്രൂപ്പിൽ അറിയിച്ചത്. പക്ഷേ ഏതായാലും നമ്മുടെ വിപിൻ സി വിജയൻ അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിന് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എന്ത് പ്രതികരണം വന്നാലും ഇത് അൻവറിന് തിരിച്ചടിയാണ്. കാരണം അദ്ദേഹം TMC സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു, ദേശീയ തലത്തിൽ ഒരു ചിഹ്നവുമായി കേരളത്തിലേക്ക് രംഗപ്രവേശനം, നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു. അതിനുള്ള തിരിച്ചടി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആ പത്രിക തള്ളുന്നതിലൂടെ ഉണ്ടായിരിക്കുന്നത്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അദ്ദേഹം മത്സരിക്കേണ്ടി വരുമ്പോൾ സ്വാഭാവികമായും TMCയുടെ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പ്രചരണത്തിനെത്തുന്നത് പോലും എന്തിനാണ് എന്നുള്ള ചോദ്യം ഉയരും. കാരണം TMCക്ക് ഒരു രംഗപ്രവേശനം, ആ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലൂടെ കേരളത്തിലൊരു പ്രാതിനിധ്യം എന്നൊക്കെയാണ്, ഒരു പ്രചരണ പ്രാതിനിധ്യം എന്നുള്ളതൊക്കെയാണ് അവർ ലക്ഷ്യം വെച്ചത്. പക്ഷേ അതിനൊക്കെ തിരിച്ചടിയാവുന്നതാണ് ഈ പത്രിക തള്ളിയ സംഭവം. അനുജ, അതായത് ഒരിക്കൽ കൂടി PV അൻവർ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന തരത്തിലേക്ക് അംഗത്തിനിറങ്ങുകയാണ്. പക്ഷേ കഴിഞ്ഞ തവണയൊക്കെ ഉണ്ടായൊരു സാഹചര്യമല്ല ഈ കുറി എന്നുള്ളതാണ്. ആരുടെയൊക്കെ ഭാഗത്ത് നിന്ന് പിന്തുണ, അതിൽ അംഗീകൃത പാർട്ടികളുടെ പിന്തുണയുണ്ടാകുമോ? ഇപ്പോൾ ആം ആദ്മി പാർട്ടിയൊക്കെ അദ്ദേഹത്തിൻ്റെ മുന്നണിയിൽ ചേരും, പിന്തുണ നൽകുമെന്നൊക്കെയുള്ള വിവരങ്ങൾ, ആ പ്രതീക്ഷകളൊക്കെ ഇന്നലെ പങ്കുവച്ചതാണ്. പക്ഷേ ആ തരത്തിലേക്കൊക്കെ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ്? അദ്ദേഹത്തിൻ്റെ മുന്നണിയിലേക്ക് മറ്റ് സംഘടനകളൊക്കെ എത്തിച്ചേരാനുള്ള സാധ്യത അതൊക്കെ എത്രത്തോളം ഉണ്ട്? പുതിയ മുന്നണിയാണല്ലോ. ഇലക്ഷൻ കമ്മീഷൻ ചട്ടപ്രകാരം മുന്നണി എന്നുള്ള സംവിധാനമേ ഇല്ല. ഇലക്ഷൻ കമ്മീഷൻ്റെ ചട്ടപ്രകാരം ഒരു സ്ഥാനാർത്ഥിക്ക് കത്ത് കൊടുക്കുന്നത് ഒരു പാർട്ടിയുടെ, ഒരു രജിസ്റ്റേർഡ് പാർട്ടിയുടെ സ്റ്റേറ്റ് ചീഫാണ്. അതായത് CPIMൻ്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് LDFൻ്റെ സ്ഥാനാർത്ഥിയായി സ്വരാജ് മത്സരിക്കുന്നത്. അതിന് MV ഗോവിന്ദൻ മാസ്റ്ററാണ് കത്ത് നൽകുന്നത്. അതുപോലെ UDFൻ്റെതാണെങ്കിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി വരുമ്പോൾ KPCC പ്രസിഡന്റാണ് നൽകുന്നത്. അങ്ങനെ കത്ത് നൽകിയതിലെ അപാകത കൊണ്ടാണ് തൃണമൂൽ സ്ഥാനാർത്ഥി ഇല്ലാതാകുന്നത്. സാങ്കേതികമായി ചട്ടങ്ങൾ പാലിക്കപ്പെടുന്നില്ല പത്രികയിൽ, അതുകൊണ്ട് പത്രിക തള്ളുന്നു. മറ്റൊന്ന്, മുന്നണി എന്നുള്ള നിലയിൽ ഇതുവരെ കേരളത്തിൽ അറിയപ്പെടാത്ത ഒരു മുന്നണിയുടെ പേരിൽ എങ്ങനെ പ്രചാരണം കുഴിപ്പിക്കും? TMC ആണെങ്കിൽ ദേശീയ തലത്തിൽ അറിയപ്പെടുന്ന ഒരു പ്രസ്ഥാനമാണ്, ഒരു പാർട്ടിയാണ്, ബംഗാളിൽ ഭരണം കൈയാളുന്ന പാർട്ടിയാണ്. മമതാ ബാനർജിക്ക് ഒരു നാഷണൽ സ്റ്റേച്ചർ പൊളിറ്റിക്കൽ ഫീൽഡിലുണ്ട്. അത്തരം ഒരാൾ കേരളത്തിൽ വന്ന് പ്രചരണം നടത്തുമ്പോൾ, നിലമ്പൂരിൽ വന്ന് പ്രചരണം നടത്തുമ്പോൾ ഉണ്ടാകുന്ന പൊളിറ്റിക്കൽ ഇമ്പാക്റ്റ് വലുതാണ്. ആ ഇമ്പാക്റ്റിനാണ് തിരിച്ചടിയായിരിക്കുന്നത് ഈ സൂക്ഷ്മ പരിശോധനയിൽ എന്നുള്ളതാണ് വസ്തുത. അനുജ, ഇത്തരം കാര്യങ്ങളൊക്കെ PV അൻവറിനും ബോധ്യമുള്ളതല്ലേ ഇപ്പോൾ ദീപക്? അതായത് മുൻപൊരു ഘട്ടത്തിൽ അദ്ദേഹം ഈ പുല്ലും പൂവും എന്നൊക്കെയുള്ള ചിഹ്നത്തിൽ മത്സരിച്ചേക്കാം, അങ്ങനെയൊക്കെയുള്ള പ്രതീക്ഷയാണ് അദ്ദേഹം പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇത്തരം കാര്യങ്ങൾ, ഈ തെരഞ്ഞെടുപ്പുകളിൽ, പല തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് കേരളത്തിൽ ഇതിൽ രജിസ്ട്രേഷൻ ഇല്ല, അതുകൊണ്ട് തന്നെ അതെങ്ങനെയാണ് എന്നൊക്കെയുള്ള സംശയം. ഒരുപക്ഷെ അദ്ദേഹത്തിന് അതിനെക്കുറിച്ചൊക്കെ ബോധവാനായിരിക്കണം അല്ലേ? തീർച്ചയായും അനുജ, പൊളിറ്റിക്കൽ ഇത്തരം കാര്യങ്ങളിൽ, അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളിലൊക്കെ അദ്ദേഹത്തിന് നല്ല ടീമുമുണ്ട്, അദ്ദേഹത്തിന് അറിയുന്നതുമാണ്. പക്ഷേ GMC സ്ഥാനാർത്ഥിയായി തന്നെ നിൽക്കാനാണ് അദ്ദേഹം ശ്രമം നടത്തിയത്. അവസാനവട്ടം ശ്രമവും അദ്ദേഹം തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാവാൻ തന്നെയാണ് എന്നുള്ളതാണ് വസ്തുത. അനുജ.